വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ബുറാഖ് ട്രാവൽസ് രാജുമാർ ഇന്ന് ത്വായിഫിലേക്കാണ് പോകുന്നത്. ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളെ ഉംറ ഞങ്ങൾ പൂർത്തിയാക്കുക. അൽഹംദുലില്ലാഹ് റാഹത്താണ്, സന്തോഷം. എല്ലാവരും പോന്നിട്ടുണ്ട്. 4 ആളുകളെ പോരാത്തുള്ളൂ, അല്ലാത്ത എല്ലാവരും പോന്നിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിട്ട്. അൽഹംദുലില്ലാഹ് ഇതാണ് ഞങ്ങളെ ത്വായിഫിലേക്കുള്ള ഇന്നത്തെ ബസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ബുറാഖ് ട്രാവൽസിലെ പ്രിയപ്പെട്ട ഹാജിമാർ ഇന്ന് ത്വായിഫിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഉംറ പൂർത്തിയാക്കുക കേട്ടോ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മുത്തുനബിക്ക് വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടമായിരുന്നു ത്വായിഫ് യാത്ര എന്നുള്ളത്. നേരത്തെ ത്വായിഫിയാൻ പർവ്വതത്തിൽ വെച്ചുകൊണ്ട്, പർവ്വതത്തിന് തൊട്ട് ചാരത്ത് വെച്ചുകൊണ്ട് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം പിറന്ന നാട്ടിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോ അത് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ തന്റെ ജനത തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയപ്പോ മുത്തുനബി നേരെ പുറപ്പെട്ടു. എങ്ങോട്ട്? അത് നമ്മളങ്ങനെ തന്നെ അല്ലേ? വീട്ടിൽ തെറ്റിപ്പോത്തങ്ങട്ടാ ഉപ്പാനോട് ഇപ്പാന്റെ കുടുംബങ്ങൾക്ക് ആരും നേരില്ല, തെറ്റിപ്പോക്കുമില്ല, കൂടുതൽ വിരുന്നും പോക്കില്ല. കൂടുതൽ ആളുകൾക്ക് എന്നാലോ ഇസ്ലാമികമായിട്ട് നോക്കണെങ്കിൽ കൂടുതൽ കടമ എവിടേക്കാണ്? ഇപ്പൊ ഉദാഹരണം പറയാണ്, ഒരു പെൺകുട്ടിനെ കെട്ടിക്കാണ്ട് വാപ്പാന്റെ കഴിഞ്ഞ പിന്നെ സ്ഥാനം വയ്ക്കാം അമ്മോനൊന്നുമല്ല, മയ്യത്ത് കുളിപ്പിക്കാനേ പല കഴിഞ്ഞ അൽവിയൊക്കെ പറയും. ആർക്കാ അത് കുളിപ്പിക്കണല്ലേ? മയ്യത്ത് നിസ്കരിക്കാന് ഒക്കെ വാപ്പാന്റെ സ്ഥാനം കഴിഞ്ഞ പിന്നെ അടുത്ത സ്ഥാനം തങ്ങൾ ഇങ്ങനെ ചെന്നിരുന്നപ്പോ തോട്ടത്തിന്റെ 2 ഉടമകളുണ്ട്. ആ 2 ഉടമകള് ഈ അദ്ദാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു യാത്രക്കാരനാണ് ഇരിക്കുന്നത്. അവർക്കറിയില്ല ആരാണെന്ന്, അവർക്കറിയില്ല ആരാണെന്ന് അറിയൂല, ആരാണെന്ന് അറിയൂല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അറിയൂല. അവര് പറഞ്ഞു, ആ ഇരിക്കുന്ന ആൾക്ക് കുറച്ച് പഴം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ പഴം കൊണ്ടുപോയി, മുന്തിരി അല്ലെങ്കിൽ അതിനോടനുബന്ധമായ പഴം കൊണ്ടുപോയി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പഴത്തിൽ നിന്ന് ഒന്നെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ്. അപ്പൊ ഈ അദ്ദാസ് മുത്തുനബിന്റെ ചുണ്ടിലേക്ക് നോക്കി, എന്താ അപ്പണത് പറഞ്ഞത്, എന്താണ് ഇപ്പൊ ചൊല്ലിയത്? അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചൊല്ലിയത്? അപ്പൊ മുത്തുനബി തിരിച്ചു ചോദിച്ചു, അല്ല നീ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ അദ്ദാസാണ്. അല്ല നാട് എവിടെയാണ്? ആര്? മുത്തുനബി ചോദിക്കുക. ഞാൻ നീനവയിൽ നിന്നാണ്. അപ്പൊ മുത്തുനബി ഒറ്റ ചോദ്യം, യൂനുസ് ബിൻ മത്തയുടെ നാട്ടുകാരനാണോ? എന്താ ചോദിച്ചത്? യൂനുസ് ബിൻ മത്തയുടെ നാട്ടുകാരനാണോ നീ നീനവ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അദ്ദാസ് ആകെ അന്തം വിട്ടു. അദ്ദാസ് ചോദിച്ചു, അല്ല യൂനുസ് ബിൻ മത്തനെ നിങ്ങളെങ്ങനെ അറിയണത്? യൂനുസ് ബിൻ മത്തനെ നിങ്ങളെങ്ങനെ അറിയുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനൊരു പ്രവാചകനാണ്, എന്റെ മുൻകാലങ്ങൾ കഴിഞ്ഞുപോയ പ്രവാചകനാണ്. പള്ളി കയറ്റാനാണ്. ആ പള്ളി നിങ്ങൾ നാട്ടിലോട് കാണൂല, അക്കരെ പുറത്തേത് വലിയൊരു പള്ളി ഉണ്ടേനും. പിന്നെ എവിടെ ഈ പള്ളി കയറ്റി സ്വാഭാവിക ചോദ്യം വരും, അല്ലെ? ഈ പൈസ എന്ത് ചെയ്യാണ്, നമ്മള് ഉക്കാണ് എന്ന് ചോദ്യം വരും. അപ്പൊ മമ്പളം തങ്ങളോട് വേറെ ആള് ചെന്ന് ചോദിച്ചു, ഉമർ കുറെ കാലായി എന്താണ് പള്ളി ഉണ്ടാക്കാനാണ് പിരിവെടുത്തിട്ടുണ്ട്, പക്ഷെ പള്ളി ഞങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ മമ്പളം തങ്ങൾ പറഞ്ഞു, ഈ സൗദി അറേബ്യക്ക് ഇവിടെ ഉണ്ടാവും, സുബ്ഹാനല്ലാഹ്. ഈ ചോദ്യകർത്താവ് പിന്നീട് ഒരിക്കൽ ഹജ്ജിന് വന്നപ്പോ ഇവിടെ നിന്ന് നേരെ പുറപ്പെട്ടു. ത്വായിഫിലേക്ക് ചെന്നപ്പോണ്ട് അവിടെ പള്ളി ആര് കയറ്റിയ പള്ളി? വെളിയങ്കോട് ഉമർ കാലൊരു സംഭവമാണ്, ഭയങ്കര സംഭവം. എന്ത് കണ്ടാലും പാട്ട് പാടും, നിമിഷ കവിയാണ്. എന്ത് കണ്ടാലും അപ്പൊ പാട്ട് പാടും. എന്ത് രസങ്ങള്. ഒരു ദിവസം പ്രായം ചെന്ന ഒരാള്, നിങ്ങളെ മാരിയല്ല കേട്ടോ, നിങ്ങളെ കുട്ടിയാ, പ്രായം ചെന്ന ഒരാള് ഇങ്ങനെ നിങ്ങളെ മാരിയോട് പറയില്ല, സുമുഖനും സുശീലനുമായ നിങ്ങള്. പ്രായം ചെന്ന ഒരാള് കൊട്ടടക്കുന്നാണ്. ഭയമാക്ക നിങ്ങള് വെറ്റിലെന്നല്ലേ? നിങ്ങളോട് പറയട്ടെ, വെറ്റിലെന്നപ്പോ കൊട്ടടക്കം നിന്നുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോ
വെളിയങ്കോട് ഉമ്മർക്കാതെ പറഞ്ഞു ഈ പല്ലില്ലാത്തവര് കൊട്ടടക്കുന്ന പറ്റുമോ? പല്ലില്ലാത്തവര് കൊട്ടടക്കുന്നാല് എങ്ങനെ ഉണ്ടാവും? അപ്പൊ പറഞ്ഞു യാ സ്വാഹിബി ലാ തഅകുൽ ബി കൊട്ടടക്ക ലിഫഖദി സിന്നി ഫീ ഫമിക വഔലാ നല്ല പൈങ്ങടക്ക ബിലാ റൈബി വലാ ശക്ക. അയ്യോ, എന്താ പാട്ടറിങ്ങള്? ഉമ്മർക്കാലി പാടാണ്. എന്താ അതിന്റെ അർത്ഥറിങ്ങള്? ലാ തഅകുൽ ബി കൊട്ടടക്ക, ഉമ്മറാക്ക നിങ്ങള് കൊട്ടടക്ക തിന്നരുതേ. എന്തേ കാരണം? ലിഫഖദി സിന്നി ഫീ ഫമിക, നിങ്ങളെ വായിലെന്തില്ല? പല്ലില്ല. അത് കൊട്ടടക്കുന്നുണ്ട. നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്താണ്? നല്ല പൈങ്ങടക്ക, പഴുത്തടക്കണെങ്കിൽ ഏറ്റവും ഇതൊരു സംശയമല്ല. അതില് ഒരു സംശയം ഉമ്മർക്കാല് എന്ത് കണ്ടാലും പാടും. ഒരു ദിവസം പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോട്ട് പള്ളിന്റെ കോലായില്, കോലായി പറഞ്ഞ അക്കരപ്പുറം ഭാഷയാണ് കൂട്ടിക്കൊള്ളുന്നത്. അതിന് സിറ്റ് ഔട്ട് പോകുമ്പോൾ എന്തായാലും വേണ്ടില്ല. കോലായിൽ ഒരു ആട് കിടക്കുന്നുണ്ട്. ആട് കിടക്കാലോ, പള്ളി എന്തായാലും ആർക്കില്ലതാ, മനുഷ്യന്മാരും അല്ലേ, പിന്നെ ആര് വരും? അതൊന്നും അങ്ങനെ തന്നെയാണ്. ചില പള്ളികളിലൊക്കെ പൂച്ച ഉണ്ടാകുന്നത് പള്ളിക്ക് ആൾക്കാർ വരണ്ടേ, പള്ളിക്ക് ആൾക്കാർ വന്നെങ്കിലുള്ള. അപ്പൊ പള്ളിക്ക് വരാൻ പറ്റിയത് വരില്ലെങ്കിൽ പിന്നെ മറ്റു താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരോ വന്ന് അല്ലെ ഇരിക്കുന്നതാണ്. അപ്പൊ കോലായിൽ ആരിയ്ക്കണുണ്ട്? ആട് കിടക്കണുണ്ട്. അപ്പൊ ഉമർഖാലി പാടി യാഗാനം യാഗാനം ലാതനം ഹാഹൂന ഇൻതനം ഹാഹൂന പേടിച്ചണ്ട. എന്താ പാടിയാ നിങ്ങള്? യാഗനം യാഗനം, ഓ ആടെ ആടെ. എന്താർത്ഥം? ലാ തനം ഹാഹൂന, ഇവിടെ ഉറങ്ങണ്ടോ. കാരണം ഇവിടെ എനിക്ക് ഉറങ്ങലല്ല. ഇഞ്ഞെങ്ങാനും ചുറങ്ങാണെങ്കിൽ ഇൻതനം ഹാഹൂന, ഇനി ചുറങ്ങാണെങ്കിൽ ഫല്ലർബ് വാജു, നല്ല ചുട്ടടി കിട്ടും. നല്ല എന്ത് കണ്ടാലും പാട്ട് പാടും. ഒരു ദിവസം ചാവക്കാട് ഭാഗത്ത് വെൺമേനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പള്ളി മൈതാനിലൂടെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായ കുഞ്ഞമ്മു എന്ന് പറയും. ഉസ്താദുമാർക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അമീറിന് ഖിദ്മത്ത് എടുക്കണ എത്ര ആൾക്കാരാ? ഇഷ്ടംപോലെ ആൾക്കാരാ. മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാം ഖിദ്മത്ത് എടുക്കുന്ന അമീറിനില്ലേ കുട്ടികള്. അപ്പൊ ഉസ്താദുമാർക്ക് ഖിദ്മത്ത് എടുക്കുന്ന സ്വഭാവം അന്നും ഇന്നുണ്ട്. അന്നൊരു ഖാദിമായിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മു പറയും. അങ്ങനെ പള്ളി മൈതാനിലൂടെ ഇവരിങ്ങനെ നടന്നു പോയപ്പോ പള്ളിത്തൊടയിലുണ്ട് കബറ് വയ്ക്കണത്. അപ്പൊ ചോദിച്ചു എന്താ ആർക്കാ കബറ് വയ്ക്കണത്? അപ്പൊ പറഞ്ഞെന്തേ, ഒരാള് പാമ്പടിച്ച് മരിച്ചിട്ടുണ്ട്. പാമ്പടിച്ച് മരിച്ചിട്ടുണ്ട് ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഉമർ ഖാദി പറഞ്ഞെന്തേ, ആള് മരിച്ചിട്ടില്ല, ആള് മരിച്ചിട്ടില്ല, കബറ് വയ്ക്കലിപ്പോ നിർത്തണമെന്ന് പറഞ്ഞു. അപ്പൊ കബറ് വയ്ക്കുന്ന ആൾക്കാർ നല്ല ഖാദിയരെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്റെ കബറ് വയ്ക്കാൻ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കബറ് വയ്ക്കണത്. അപ്പോൾ ഉമർ ഖാദി ഞാനല്ലേ പറഞ്ഞത്, ഞാനല്ലേ പറഞ്ഞ ആള് മരിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ കുഞ്ഞമ്മൂനെ പറഞ്ഞു വിട്ട് വീട്ടിൽ മരിച്ച വീട്ടിക്ക് അവിടെ മൂക്കിൽ മഞ്ഞിച്ച് കിടക്കുകയാണ് മറ്റാള്. ആര്? പാമ്പ് കടിയേറ്റ് മരിച്ചു. ഈ പാമ്പടിച്ച് മരിച്ചാണ് പെട്ടെന്ന് മരിക്കൂടത്തരേ. ഞമ്മളെ നാട്ടിന്റെ അടുത്ത് നാട്ടുകാരുണ്ടല്ലോ ഇവിടെ, അല്ലാണ്ട് പറയാനും പറ്റൂല. അങ്ങനെ ഒരാളുണ്ട്. എന്താ നാടിന്റെ തൊട്ടടുത്തൊരു പ്രദേശം. അപ്പൊ ഞാൻ അന്വേഷിക്കൂല അവിടെ. അങ്ങനെ ഒരാള് പാമ്പ് പിടിച്ച് ആൾക്ക് കബറിനെ കുഴിച്ചിട്ട് ഇപ്പൊ നല്ല ഉഷാറായി നടക്കുന്നുണ്ട്, പെട്ടെന്ന് മരിക്കൂല. ഒരു കൂട്ടുകാരൻ പറഞ്ഞോ, സർഫുസ്താദെ നിങ്ങളെ കാലഘട്ടത്തിൽ എങ്ങാനും ഞാൻ പാമ്പ് പിടിച്ച് മരിച്ചാണെങ്കിൽ എന്റെ ബോഡി ഫുള്ള് ചെയ്തിട്ടല്ലാണ്ട് മറവ് ചെയ്ത് കേട്ടോ. കാരണം അവിടെ ജീവൻ വരണ്ട, കബറിൽ വെച്ചിട്ട് ജീവൻ വരണ്ട, അത് സഹിക്കാൻ കഴിയൂല. അപ്പൊ പാമ്പ് പിടിച്ച് മരിച്ചാൽ പെട്ടെന്ന് എന്താവൂല, ആള് കാലിയാവൂല. അപ്പൊ ഉമർ ഖാദി റളിയല്ലാഹു കുഞ്ഞമ്മൂനോട് പറഞ്ഞു, ഈ വീട്ടിക്കല്ലേ മരിച്ച വീട്ടിക്കല്ലേ, എന്നിട്ട് ഉമർ ഖാദി വരുന്നുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഈ കുഞ്ഞമ്മ എന്ത് ചെയ്തു, കേട്ട പോലെ കേൾക്കാത്ത പോലെ ഒരൊറ്റ ഓട്ടാണ് ഓടി പാമ്പ് പിടിച്ച് മരിച്ച ആളെ വീട്ടിക്ക്. അങ്ങോട്ട് ഓടി ചെന്നിട്ട് പറഞ്ഞു ഉമർ ഖാദി വരുന്നുണ്ട്, ഇയാൾ മരിച്ചിട്ടില്ല. ഇത് പാറയിലും ഉടനെ അങ്ങോട്ടും ഓടി. കുറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ച് ഇങ്ങോട്ടാണ് എത്തിയപ്പോ അപ്പൊ സ്വന്തം ശിഷ്യനെ പറ്റിയിട്ട് ഒരു പാട്ടാണ് പാടി. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജആനു യഖാഫുഹു അബദൻ ജിന്നു വശൈത്താനു. സുബ്ഹാനല്ലാഹ്. കുഞ്ഞമ്മൂന് ദേഷ്യം പിടിച്ചു. കാരണം എന്തേ? നിങ്ങളിപ്പോ എന്ത് പണി കാട്ടിയത് ഉസ്താദിനോട്? നിങ്ങൾക്ക് ഹിദമത്ത് എടുത്തല്ലേ നിങ്ങൾ എന്നെ ശൈത്താനെ നില വിളിച്ചത്? കാരണം കുഞ്ഞമ്മൂന്ന് തുടങ്ങിയിട്ട് ഉസ്താദ് പാട്ട് നിർത്തിയത് എന്തുകൊണ്ടാ? ശൈത്താൻ കൊണ്ടാണ്. അപ്പൊ ഉമർ ഖാദി ചിരിച്ചിട്ട് പറഞ്ഞിട്ട് ശൈത്താനാണെന്നല്ല പറഞ്ഞത്, ശൈത്താനെ വിളിച്ചിട്ടില്ല കേട്ടോ, ഇത് ശൈത്താനാണെന്നല്ല പറഞ്ഞത്. പിന്നെ
ജിന്നും ഷെയ്ത്താൻ എന്നെ കണ്ട പേടിച്ചു എന്നാ പറഞ്ഞ അത്ര ഉഷാറാണ് ജിൻ. അങ്ങനെ ഉസ്താമാരൊക്കെ നടന്നു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് കുറച്ചൊക്കെ ക്വാളിറ്റി കിട്ടും. ഉമ്മർ ഖാദി അങ്ങനെ പെട്ടെന്ന് ഉമർ ഖാദി ഏതല്ല. സുബ്ഹാനല്ലാ, ഉസ്താദുമാരുടെ തെർഗീത്ത് ചെറുതല്ല. ഞാനൊക്കെ പലപ്പോഴും എന്റെ ശിഷ്യന്മാരോടൊക്കെ പറയുന്നുണ്ട്, മക്കളെ ഉസ്താദുമാർ അതൊരു സംഭവം, മാതാപിതാക്കള് ഒരു സംഭവമാണെങ്കിലും ഈ മാതാപിതാക്കളെക്കാളും ഒരു ക്വാളിറ്റി കൂടിയ ആളാണെന്ന് ഈ ഉസ്താദ് പറഞ്ഞ തെറ്റുണ്ടാവൂല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞില്ലേ, എന്തേ ഈ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം എന്നെല്ലാം പഠിപ്പിച്ചിരുന്ന ആളാണ്. നമുക്കൊരു വിലയില്ലാതായി. മദ്രസയുടെ ഉസ്താദിൽ കുട്ടിയുടെ അച്ഛ സുഖാണല്ലോ, വല്യാപ്പണ്ടാവും കയ്യും പിടിച്ചു പോയി വരെ വരെ. ഇപ്പൊ പണ്ട് അങ്ങനെ പറഞ്ഞാൽ അവിടുന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ എത്ര അടി കിട്ടിയിട്ടുണ്ടാവും കോട്ടക്സ് നോക്കിയപ്പോ അറിയും. അന്നെങ്ങാനും നിങ്ങൾ ചെന്ന് പറഞ്ഞ വല്യാപ്പാനിൽ നിന്ന് ഇങ്ങോട്ടും കിട്ടും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അടിയാണ് കിട്ടി കഴിഞ്ഞാൽ നേരെ സെക്രട്ടറിക്ക് വിടും. അറിയ വല്യാപ്പ കുട്ടിനെ കൈയും പിടിച്ചാണ്ട്. അനുഭവമാണ് പറയുന്നത്. എന്റെ അനുഭവമാണ് പറയുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, ഉമർ ഖാദി എന്ന വലിയ സ്ഥാനം കിട്ടുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഉസ്താദെ, നിങ്ങളുടെ ആ സ്ഥാനത്തേക്ക് എന്നൊന്ന് കൈപിടിച്ചുയർത്തുമോ? ഒരുപാട് ദിവസം നടന്ന് ഒരു ദിവസം കേട്ടോളിട്ടോ, എല്ലാരും കേട്ടോളി. പറ്റ സൗണ്ട് പറയുന്നത് നിങ്ങൾക്ക് കേട്ടുണ്ടില്ല. എനിക്ക് സൗണ്ട് ഉണ്ടത് എന്നാ പറയുന്നത് തീരല്ല. ഏതായാലും ഉസ്താദിന്റെ പിന്നാലെ ശിഷ്യങ്ങൾ നടന്നു. ഉസ്താദിന്റെ പിന്നാലെ ശിഷ്യങ്ങൾ നടന്നു. ഉസ്താദെ, ഔലിയാക്കന്മാരുടെ സ്ഥാനത്തേക്ക് എന്നൊന്ന് കൈപ്പിടിച്ചുയർത്തുമോ? ഉസ്താദ് ഒന്നും മുണ്ടണില്ല. ഒരു ദിവസം രാത്രി സംസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇങ്ങനെ നടന്നു. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സൗദി അറേബ്യയിൽ വന്നിട്ട് നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ ചാരത്തേക്കാണ് നമ്മളെ ബുറാക്ക് ട്രാവൽസിലെ ഹാജിമാർ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ മസ്ജിദുൽ ഹുനൂദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പല അർത്ഥങ്ങളും വെക്കാറുണ്ട്. ഏതായാലും ഈ പള്ളിയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളി.